നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിതാ മലമ്പുഴ ഡാമിലെ ഒരു കൊമ്പനെ അങ്ങോട്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്കൊരു ഗ്രില്ല് അങ്ങോട്ട് അടിച്ച് പഠിച്ചാലോ. കിഡിലൊരു മസാലയില് അടിപൊളി ഒരു ഗ്രില്ല്. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെതുമ്പലും ഇതൊക്കെ അങ്ങോട്ട് കളഞ്ഞങ്ങോട്ട് പരിപാടി തുടങ്ങാം കേട്ടോ. അങ്ങോട്ട് ചെത്തിയെടുക്കണം ഈ ചെതുമ്പിലൊക്കെ. അപ്പോൾ ഇന്ന് പിടിച്ച നല്ല ഫ്രഷ് മീനാട്ടോ. ഒരു 10-11 കിലോ വരും. ഇത് കണ്ടോ, ഇതിൽ തന്നെ ഉണ്ടോ മീറ്റ്. അപ്പോൾ നമ്മുടെ ജിംബ്രൂട്ടൻ ഫിഷിനേതാ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെട്ടി വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ലൈറ്റായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഇതാ കഴുകി. അപ്പോൾ നമുക്കിതാ അടുത്ത പരിപാടി തുടങ്ങാം. വയറ്റിൽ വെള്ളമാണ്. അപ്പോൾ ഇനി ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഇതാ മല്ലിയില, നല്ല ഫ്രഷ് മല്ലിയില എടുത്തിട്ടുണ്ട്. പച്ച കളർ മസാല. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പുതിനയില കേട്ടോ, അത് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇടുന്നത് മാങ്ങ കേട്ടോ. നല്ല പച്ച മാങ്ങ അരിഞ്ഞത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത്രയും വലിയ മീനല്ലേ, അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം മസാല. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് പച്ചമുളക് കേട്ടോ, കുറച്ച് ഇഞ്ചിക്ക് കൂട്ടായിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇനി കുറച്ച് പച്ച മഞ്ഞൾ കേട്ടോ. ഇനി കുറച്ച് തേങ്ങ കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ചിരകി എടുത്ത തേങ്ങ. ഇനി അപ്പോൾ നമുക്കിത് അങ്ങോട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ, മിക്സിക്കകത്ത് കൊണ്ടുപോയിട്ട്. അപ്പോൾ നമ്മുടെ ഫിഷിൽ അപ്ലൈ ചെയ്യാനുള്ള മസാല ഇതാ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, നല്ല പച്ച കളർ മസാല. അപ്പോൾ നമ്മളിതാ തീയൊക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊന്ന് കത്തി കനലായിട്ട് വേണം നമ്മുടെ മീനിനെ അങ്ങോട്ട് പൊള്ളിച്ചെടുക്കാൻ. മസാലയ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇല്ലാണ്ട് എന്ത് ആഘോഷം എന്ന് ചോദിച്ചു പോലെ. ഓ, ഇടുമ്പോൾ തന്നെ എന്ത് സ്മെല്ലല്ലേ. അപ്പോൾ അടുത്തായിട്ട് കുറച്ച് പെരിഞ്ചീരകം ഇതാ പൊടിച്ചത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിനകത്ത് ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതങ്ങോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉപ്പൊക്കെ എല്ലായിടത്തും ആവണ്ടേ. പിന്നെ കളറാടാ കളർഫുൾ. അപ്പം നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാലയൊക്കെ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. മാങ്ങാ ചമ്മന്തി പോലെ. നമുക്ക് എന്തായാലും ഈ സ്പൂൺ ആവശ്യമുള്ളപ്പോൾ നീ കൊണ്ടിരില്ല അല്ലേ? അല്ലാത്തപ്പോൾ കറക്റ്റ് 3 എണ്ണം. അത് ഞാൻ ഇളക്കാൻ കൊണ്ടുവന്ന ഒരു ലേശം ഉപ്പ് കൂടെ വേണമെങ്കിൽ ഇടാം നമുക്ക്. ഓക്കെ മതി. ഇനി അപ്പോൾ നമുക്ക് ഇവനെ അങ്ങോട്ട് നെടുകയും കുറുകയും അങ്ങോട്ട് വരച്ചിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഡയമണ്ട് കട്ടില്ല, അതെന്ത് പരിപാടി. മീറ്റൊക്കെ നോക്കിയടാ, ലെയറായിട്ടിരിക്കുന്നുണ്ട്. അവിടെ നീ ആ വാഴയില ഒന്ന് വാട്ടിയെടുക്കും കേട്ടോ. അത് ഞാൻ ഏറ്റു വാഴയില വാട്ടുന്നു. ഒന്ന് താത്ത് വാഴയില വാട്ടി രാത്രി ആവുന്നതിന് മുമ്പ് നമുക്ക് പരിപാടി തീർക്കണ്ടേ. രാത്രി ആവുന്നതിന് മുമ്പ് പരിപാടി നമ്മൾ തീർത്തിരിക്കും. കണക്കിനാണെങ്കിൽ നല്ല ചൂടുണ്ടോ. നമ്മുടെ കൈ വാടിയാലും വാഴയില പാടില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ വാഴയിലയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇതിൽ വെച്ചിട്ട് അങ്ങനെ മസാല തേച്ചിട്ട് കവർ ചെയ്ത് പരിപാടി തുടങ്ങാമല്ലോ അല്ലേ. അപ്പോഴത്തേനും കനലൊക്കെ ആയിട്ട് ഗ്രില്ല് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഇതാ റെഡിയാക്കാനായിട്ട് മസാലയൊക്കെ തേക്കാനായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വാരി അപ്ലൈ ചെയ്യാം കേട്ടോ. കറക്റ്റ് ഉള്ളിലൊക്കെ നമ്മുടെ
ഇവൻ്റെ തലയ്ക്കകത്തോട്ടൊക്കെ കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് അപ്പുറം തിരിച്ചിട്ടിട്ട് അവിടെയും കൂടെ തേക്കാം. നമ്മുടെ മസാല പിടിക്കാത്തൊരു ഭാഗം ഇനി പാടില്ല. ഇതിൻ്റെ വയറിനകത്തും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെയ്തേക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ പക്ക നാച്ചുറലായിട്ടുള്ള ഒരു ഫിഷിൻ്റെ ഫീലും കിട്ടണം. എന്നാൽ നമുക്ക് ഉപ്പും മുളകും എല്ലാം ഇതിൽ പിടിക്കുകയും വേണം. ആ ഒരു രീതിക്കാട്ടോ ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ കട്ട്ലക്കുട്ടൻ്റെ വയറ്റിലോട്ട് നമുക്ക് മിൻറ്റ് ലീഫും കൊറിയാണ്ടർ ലീഫും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാതെ. നമ്മുടെ ഈ കട്ട്ലക്കുട്ടനെ നമുക്ക് ഇനി അങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം കേട്ടോ. വാട്ടിയ വാഴയില വെച്ചിട്ട് രണ്ട് സൈഡും ഫുള്ള് കവർ ചെയ്യും. അപ്പോൾ നമ്മുടെ വാഴയിലേക്ക് അങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമുക്കിനി അലുമിനിയം ഫോയിൽ നമുക്ക് അങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മളിതാ പൊതിഞ്ഞ് കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. നൂൽക്കമ്പിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമുക്കിനി ഗ്രില്ലിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. നല്ല ചൂടാട്ടാ. കൈ നോക്കണം. ഇതിനിപ്പോൾ ഒന്ന് വെന്ത് റെഡിയായി വരട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കത്തിപ്പോടെ എന്ത് മീനാ? മീനല്ല, അലുമിനിയം ഫോയിലടക്കം. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് വേവിക്കണം കേട്ടോ. നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിക്കാം. എൻ്റെ പൊന്നോ, എന്ത് ചൂടാണ്. റെഡി ആയിട്ടുണ്ടാവോ? റെഡിയൊന്നും ആയിട്ടില്ല. അപ്പുറം സൈഡൊന്നും ഒട്ടും ആയിട്ടില്ലല്ലോ. ഇത് എല്ലായിടത്തും ആവട്ടെ. അപ്പോൾ നമ്മുടെ കട്ട്ലയൊക്കെ നല്ല രീതിക്ക് ഇതിനകത്തിരുന്ന് മൊരിയുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മാറ്റിയാലോ പ്ലേറ്റിലോട്ട്. ഇത് എടുക്കലാണ് ടാസ്ക്. ഇടത് വെന്ത് അധികമായോ? മൊരിയുന്ന സൗണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൊണ്ട് കഴിക്കാം കേട്ടോ ഇത്. ഓ എന്നാ ചൂടാടാ. താഴെ വെക്ക്. അപ്പോൾ നമ്മുടെ ജിംബ്രൂട്ടിനെ ഇനി അങ്ങോട്ട് അൺബോക്സ് ചെയ്യല്ലോ നമുക്ക്. ഇതാ ഈ നൂൽക്കമ്പിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് സാധനം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അതല്ലേ സെറ്റായി സാധനം. പയ്യെ നമുക്ക് ഈ സിൽവർ ഫോയിലൊക്കെ അങ്ങോട്ട് മാറ്റി ഇതാ ഇതിൻ്റെ ഗ്രേവി ഉണ്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയണം മസാല. ഊഫ് പൊളി. വളരെ ഇങ്ങനെ മാറ്റുന്നുണ്ട്. എൻ്റെ പൊന്നോ ചൂടാട്ടോ. എന്ത് ചൂടാണോ എൻ്റെ മോനെ. പച്ച മസാലയിൽ കുളിച്ചിരിക്കുന്ന നമ്മുടെ കട്ട്ലക്കുട്ടനാണ് പിന്നെ. എൻ്റെ മോനെ, ഇതിനകത്തുനിന്നൊരു കഷ്ണം ഇങ്ങനെ. എൻ്റെ പൊന്നോ ചൂടാടാ. ഒടുക്കത്തെ ചൂടാ കണ്ടോ. അത് ഈ മസാലക്കകത്തും ഒന്ന് നൈസായിട്ട് കോട്ട് ചെയ്തിട്ട് എന്നാ ഒരു കഷ്ണം കഴിച്ചു. ഇനി ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ. എങ്ങനെ ഇങ്ങനെ പറയാന്ന് ചോദിച്ചോളെ. എന്തായാലും പറയ്. പറഞ്ഞു കഴിഞ്ഞാൽ അധികമാവിടും. പറഞ്ഞു കഴിഞ്ഞാൽ അധികമാവില്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. അതെ. ഇതുകൊണ്ട് വെന്തത് കണ്ടോ എന്ത് സൂപ്പറായിട്ടാന്ന് അറിയാം. കൊട്ടല വേറെ ലെവൽ കേട്ടോ. ഈ മസാലയോ? മസാല അതിലും ലെവല്. ഇവിടെയൊക്കെ നെയ്യുടെ പീസ് ഉണ്ടോ, നെയ്യും കൂട്ടുകളും. എൻ്റെ പൊന്നോ ചൂട് കൊണ്ടേ. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യമൊക്കെ മറന്നു പോയെന്ന് പറഞ്ഞോടാ. ഇതാ നമ്മൾ നല്ല കിടിലൻ പാലപ്പം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല പൂ പോലത്തെ അപ്പം. അപ്പോൾ ഈ അപ്പവും കൂട്ടി നമുക്ക് നമ്മുടെ ഫിഷ് അങ്ങോട്ട് കഴിച്ച് നോക്കാം. ആ ഒരു നെയ്യുള്ളൊരു പീസ് നമുക്ക് എടുക്കാം കേട്ടോ. കണ്ടോ ചൂട് കൊണ്ടേ മറ്റേ അപ്പത്തിൽ ഇങ്ങനെ റോൾ ചെയ്ത് ഈ മസാലക്കകത്ത് ഇങ്ങനെ മുക്കണം അപ്പം. എന്നിട്ട്
അപ്പത്തിനൊക്കെ എന്നാ കോമ്പിനേഷൻ ആണോ, സെറ്റില്ലേ? ഗംഭീര കോമ്പിനേഷൻ കേട്ടോ. ആ മസാലയൊക്കെ പൊളി കേട്ടോ. എല്ലാവരും ഉറപ്പായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും കപ്പയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ കപ്പയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കപ്പ പുഴുങ്ങിയത് കപ്പയും കൂട്ടി കഴിച്ച് നോക്കാം. എന്തായാലും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എനിക്ക് നെയ്യുള്ള പീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതാ വെന്തില്ലോ എന്നൊക്കെ കണ്ടോ കേട്ടോ. ഈ മസാലയിലൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കപ്പയും പൊളിയാണ്, അപ്പവും പൊളിയാണ്. ഏതായിരിക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട കേട്ടേക്ക്? അങ്ങനെ പറയാൻ പറ്റണില്ല, ഞാൻ ധർമ്മസങ്കടത്തിലാണ്. എന്നാലും രണ്ടും കൊള്ളാടോ, അടിപൊളിയുണ്ട്. രണ്ടിനും പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ഒരു അപ്പമാണോ കപ്പയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റണില്ല. ഞാൻ ഫസ്റ്റേ പറയുമല്ലോ, മീൻ പൊളിച്ചെന്ന് പറഞ്ഞു. മീൻ അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ച മെത്തേഡൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അടിപൊളി മസാല എന്ന് പറഞ്ഞാൽ അടിപൊളി മസാല കേട്ടോ. പറ്റുകയാണെങ്കിൽ നൈസായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഗംഭീര സാധനം എന്ന് പറഞ്ഞാൽ ഗംഭീര സാധനം. അപ്പോൾ നമുക്കെന്നാൽ ഇതിലും മനോഹരമായിട്ടുള്ള നല്ല കിടിലം വീഡിയോസുമായിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അഭിപ്രായങ്ങൾ താഴെ ഇടാൻ മറക്കണ്ട. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.